ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എഫേഷ്യൻസ് ചാപ്റ്റർ 1:4 നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വേദവാക്യമാണ്. എന്നാൽ ഇന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് അതിൻ്റെ മീനിങ് കുറച്ചും കൂടി ഡീപ്പായിട്ട് എൻ്റെ ഉള്ളിൽ കയറിയ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് പറയാമെന്ന് വിചാരിച്ചത്. എഫേഷ്യൻസ് ചാപ്റ്റർ 1:4 He chose us in him before the creation of the world that we should be holy and without blame before him in love. എഫേഷ്യൻസ് ചാപ്റ്റർ 1:4 മലയാളത്തിൽ നാം തൻ്റെ സന്നദ്ധയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ബാക്കി ഞാൻ വായിക്കുന്നില്ല. മെയിനായിട്ട് പറഞ്ഞത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ ഇവളെന്താണ് രക്ഷിക്കപ്പെട്ടത്, ഇതെന്താണ് ഇവൾ ഈ പറയുന്നത്, എന്തിനാണ് അവൾ അത് അങ്ങനെ ചെയ്തത്, ഇവൾക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സത്യം നാം മനസ്സിലാക്കണം. പിതാവ് ആകർഷിക്കാതെ പുത്രനിൽ ആരും വരുന്നില്ല. എന്നെ പിതാവ് ആകർഷിച്ചു. ഹി ചോസസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്. ഹി ചോസസ് ഇൻ ഹിം. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ഒരു കർത്താവ്, പിണ്ടാകാരമായിരുന്നപ്പോഴേ എന്നെ കണ്ട ഒരു കർത്താവ്. ആ കർത്താവ് വെറുതെ അങ്ങ് കണ്ടതല്ല. ഹി ചോസസ് ഇൻ ഹിം ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ കണ്ട ഒരു ദൈവമെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നി. അത്ഭുതവും അതിശയവുമായി നമ്മെ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ വിചാരിക്കും നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിയാകാൻ വേണ്ടിയാണെന്ന്. ചിലർ വിചാരിക്കും ഒന്നുമില്ലാതെ വട്ടം തിരിഞ്ഞ് നട്ടോട്ടം ഓടിയപ്പോൾ ഒരു വഴി കണ്ടുപിടിച്ചതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അല്ലെങ്കിൽ ചിലർ പറയും രോഗിയായിട്ട് രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കടഭാരമായിട്ട് കടം മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കപ്പെട്ടതാണ്. അതാണ് മനുഷ്യരുടെ ചിന്ത. അത് ഞാൻ കുറ്റം പറയല്ല, അത് സാധാരണമാണ്. കാരണം അത് അറിവില്ലായ്മ കൊണ്ടാണ്. എന്നാൽ ഇവിടെ വചനം പറയുന്നു, ഹി ചോസസ് ഇൻ ഹിം ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്. നാം തൻ്റെ സന്നദ്ധയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം. ഹല്ലേലൂയ. എന്നെ കണ്ട ഒരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ആരും സ്വയമായിട്ട് രക്ഷിക്കപ്പെടുന്നതല്ല. രക്ഷദാനമാണ്. അതാരുടെയും കുത്തവകാശമൊന്നുമല്ല. കർത്താവ് എന്നെ ആകർഷിച്ചു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളെയും കർത്താവ് കണ്ടു. ഹി ഹാഡ് എ ചോയ്സ്. എൻ്റെ ചോയ്സ് അല്ല. എനിക്കൊരിക്കലും രക്ഷിക്കപ്പെടണമെന്നോ ഒരു പെന്തിക്കോസ് ആകണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അതിനെതിരായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒരു പെന്തിക്കോസ് ഉണ്ടെങ്കിൽ, അന്നൊക്കെ എൻ്റെ സമയത്ത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ പൂറായിരുന്നത് കൊണ്ട് നമുക്ക് അത്രയും എൻ്റെ ആ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്നേ അതിനു മുമ്പേ എന്നെ ദൈവം കണ്ടതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ടല്ല ഞാൻ ദൈവ പൈതലായത്. ദൈവം എന്നെ പുരാതനമേ, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ്റെ കണ്ണ് എന്നെ കണ്ടു. അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ആ തെരഞ്ഞെടുപ്പാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ദൈവ പൈതലാകുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. പിതാവ് ആകർഷിക്കാതെ, ഞാൻ വീണ്ടും പറയട്ടെ, പിതാവ് ആകർഷിക്കാതെ പുത്രനായി ക്രിസ്തുവിനെ രക്ഷിതാവാന്ന് ഏറ്റുപറയുവാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ജൂദയ്ക്ക് എന്തു പറ്റി?
ദൈവരാജ്യം കാണാതെ ആ ഡെസ്റ്റിനേഷനിൽ എത്താതെ കൊണ്ട് നശിച്ചു പോയി. അതിനാൽ കർത്താവിന് ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയിലുള്ളവർക്ക് മാത്രമേ അവിടെ വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒന്നുമില്ലാത്തത് കൊണ്ടോ, രോഗം വന്നതുകൊണ്ടോ, പണം ഇല്ലാത്തത് കൊണ്ടോ, കടഭാരം വന്നതുകൊണ്ടോ ക്രിസ്ത്യാനിയാകാനോ ഒന്നുമല്ല ദൈവത്തിലാകുന്നത്. ഇതൊരു ക്രിസ്ത്യാനിയാകുക എന്നുള്ളതല്ല, ഒരു മതം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ക്രിസ്തു എൻ്റെ നാഥനായി തീരുക, ക്രിസ്തു എൻ്റെ സ്വന്തമായി തീരുക, ഞാൻ അവൻ്റെ സ്വന്തമായി തീരുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതൊരു വേറൊരു അനുഭവമാണ്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത, എല്ലാവർക്കും ലഭിക്കാത്ത ഒരു അനുഭവം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, അല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരെയും അങ്ങ് ഇൻ്റർവ്യൂവിന് തിരഞ്ഞെടുക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇതൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ലോകത്തിലുള്ള ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തെളിയിക്കണം നമ്മൾ ആരാണ്, നമ്മൾ ഇതിന് ഏബിൾ ആണെന്ന് തെളിയിച്ചാൽ മാത്രമേ ലോകത്തിലുള്ള ഒരു ഇൻ്റർവ്യൂവിന് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് എസ്തറിൻ്റെ കാര്യം അറിയാം. എസ്തർ 12 months ആണ് ബ്യൂട്ടി പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ആ രാജാവിൻ്റെ മുമ്പിൽ വന്നു നിന്നത്. എസ്തർ മാത്രമല്ല, മറ്റു പല സ്ത്രീകളും വന്നു. അതിനകത്ത് എസ്തറിനെയാണ് എടുത്തത്. അപ്പോൾ ലോകത്തിലുള്ള തെരഞ്ഞെടുപ്പിന് എത്ര പ്രിപ്പറേഷൻ വേണം! ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്നെ തിരഞ്ഞെടുത്തത് ഞാൻ ആരുമായിട്ടല്ല, ഞാൻ ഒന്നും ആയിട്ടല്ല. എന്നെ സ്നേഹിച്ച ഒരു ദൈവം, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, എൻ്റെ വാക്കുകൊണ്ടല്ല, കർത്താവിൻ്റെ നീതി, കർത്താവിൻ്റെ സ്നേഹം എന്നിൽ ഊറ്റുകയായിരുന്നു. ലോകത്തെ സ്നേഹിക്കുവാൻ ലോകത്തിന് എന്ത് പ്രാഗൽഭ്യമാണ് ഉള്ളത്? പുത്രനെ തന്നാണ് ലോകത്തെ സ്നേഹിച്ചത്. ഈ ലോകത്തെ ഉള്ള പാപത്തിലുള്ള അവസ്ഥയിൽ എന്ത് പ്രാഗൽഭ്യമുണ്ട് ഈ ലോകത്തിന് കർത്താവിൻ്റെ സ്നേഹം സ്വീകരിക്കാൻ? അങ്ങനെ പ്രാഗൽഭ്യമില്ലാത്ത എന്നെ ദൈവം സ്വീകരിച്ചു. അതുതന്നെയാണ് നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. തിരഞ്ഞെടുപ്പ്, വിളി, അതൊക്കെ ഒരു ചോസനാണ്. അതൊരു പ്രത്യേക ഒരു പദ്ധതിയാണ്. കർത്താവിൻ്റെ സ്നേഹമാണ്. ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതെൻ്റെ ഒന്നും കണ്ടതുകൊണ്ടല്ല, ഞാനത് ചെയ്യുമെന്നോ ഇത് ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല. എന്നാൽ വൺസ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ എന്താണ്? വി ഷുഡ് ബി ഹോളി ആൻഡ് വിത്തൗട്ട് ബ്ലെയിം. നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഞാൻ നീതീകരിക്കപ്പെടുവാൻ. അതിനുശേഷം ഹല്ലേലൂയ, അന്ന് വരെയുള്ള എൻ്റെ പാവങ്ങളെല്ലാം ഞാൻ ക്രിസ്തുവിൽ ഞാൻ കൊടുത്തു. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ എന്നെ കഴുകി ശുദ്ധീകരിച്ചു. ഇനിയും ഞാൻ പാപിയാകുവാൻ വേണ്ടിയല്ല. ഐ ഷുഡ് ബി ഹോളി ആൻഡ് വിത്തൗട്ട് ബ്ലെയിം. അതോ ഈ 2 പോയിൻ്റ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്തിനാണ്? ആ സ്വർഗരാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ, ദൈവത്തോടു കൂടെ വസിക്കുവാൻ എനിക്ക് ചില പ്രാഗൽഭ്യങ്ങളൊക്കെ പിന്നീട് വേണം. അതിനു വേണ്ടിയിട്ടാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്, എന്നെ ഹോളിനെസ്സിലോട്ട് നയിക്കുന്നത്. അത് ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് എനിക്കത് വിശുദ്ധിയിലാകുവാൻ പറ്റത്തില്ല. എനിക്ക് യേശു കർത്താവിൻ്റെ പുത്രൻ്റെ രക്തമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശുദ്ധി പ്രാപിച്ച് ആ സ്വർഗത്തിലെത്താൻ പറ്റത്തുള്ളൂ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നെ ദൈവത്തോട് കൂടെ വാഴുവാൻ വേണ്ടിയാണ്. ആ ദൈവരാജ്യത്തിൽ വാഴണമെങ്കിൽ അവിടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. എസ്തറിനൊക്കെ ഭൂമിയിൽ പ്രിപ്പറേഷൻ ചെയ്തപ്പെട്ടതുപോലെ. അപ്പോൾ ആ പ്രിപ്പറേഷൻ എനിക്ക് ചെയ്യുവാൻ ഞാൻ കഴിവ് കുറഞ്ഞവളാണ്. ഐ ആം വീക്ക്. അതുകൊണ്ട് പുത്രൻ്റെ രക്തത്തിൽ കൂടെ അല്ലാതെ എനിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല. അതിനാൽ സ്വന്തം പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്ന് ആ സ്വർഗത്തിലോട്ട് കയറ്റുവാനുള്ള ആ വഴികാട്ടിയായ യേശു ക്രിസ്തു, വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായിട്ട് ഈ ജീവിതത്തിൽ വെച്ച് നാം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹി ചോസ് us in him before the creation of the world. അത് മനസ്സിലാക്കുന്നത് ഒരു അത്ഭുതമാണ്. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു, എന്നെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ഭുതമാണ്. നിങ്ങൾക്കെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്.
ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടതിനാൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് യാതൊരു അർഹതയുമില്ലായിരുന്നു. നമുക്ക് ആർക്കാണ് അതിനകത്ത് അർഹതയുള്ളത് ഈ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട്? അതിനാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ വിഷമങ്ങളും മുറിവുകളും വേദനകളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതൊക്കെയും നമ്മെ ശുദ്ധീകരിക്കുന്ന പണികളാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്വർണം ഉരുക്കുമ്പോൾ ആ തട്ടാൻ്റെ കണ്ണ് സ്വർണത്തിൽ തന്നെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കണ്ണ് മാറിയാൽ സ്വർണം ഒരുപക്ഷെ ഉരുകിപ്പോകും, അല്ല എങ്കിൽ സ്വർണം ശുദ്ധീകരിക്കപ്പെടുത്തുമില്ല. തീ കുറഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെടത്തില്ല, തീ ഒത്തിരി കൂടിപ്പോയാൽ സ്വർണം ഉരുകിപ്പോവുകയും ചെയ്യും. അതിനാൽ തട്ടാൻ്റെ കണ്ണ് സ്വർണത്തിൽ തന്നെയാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഹോളിനെസ് പ്രിപ്പറേഷനിൽ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ കൂടെ തന്നെയാണ്, എൻ്റെ ഒപ്പം തന്നെയാണ്. എന്നെ തകരുവാൻ അവൻ സമ്മതിക്കത്തില്ല, എൻ്റെ കാൽ ചുവടുകൾ തെന്നുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ തെന്നുമോ വീഴുമോ, കയ്യാലയുടെ പുറത്ത് നിൽക്കുന്ന തേങ്ങ പോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞെന്നിരിക്കാം. ഇല്ല, നീ വീഴത്തില്ല. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു കർത്താവിനെ സ്വീകരിച്ച് യഹോവയായ ദൈവത്തെ അഭയം പ്രാപിച്ചാൽ വീഴത്തില്ല കേട്ടോ, ഒരിക്കലും വീഴത്തില്ല. വീണു പോകുമോ എന്നൊക്കെ തോന്നിയിരിക്കും, വലിയ കാറ്റുകളൊക്കെ വന്നെന്നിരിക്കും, എന്നാൽ അതൊക്കെ ഒരു വഴിക്കൂടി അങ്ങ് പോകും. നിന്റെ മേൽ ഏക്കത്തില്ല. കാരണം നിന്നെ വിളിച്ച ദൈവം നിന്നെ ഒരു പർപ്പസോടുകൂടിയാണ് വിളിച്ചിരിക്കുന്നത്. ഹി ചോസ് യു ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവം നിന്നെ ശുദ്ധീകരിക്കുകയാണ്. നിന്നെ ഉരുക്കി നിന്നെ നശിപ്പിക്കുകയല്ല, നിന്നെ പുതിയൊരു പാത്രമാക്കിയിട്ട്, നല്ല പാത്രമാക്കിയിട്ട് ആ സ്വർഗത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തിരിക്കുന്ന ആ അവസ്ഥയിൽ ഒരു പക്ഷേ വേദനിച്ചെന്നിരിക്കാം, ഒരു പക്ഷേ നീറിയെന്നിരിക്കാം, ഒരു പക്ഷേ പുകഞ്ഞെന്നിരിക്കാം. എന്നാൽ നിൻ്റെ പുകച്ചിലിനെയൊക്കെ തലോടുന്ന ഒരു ദൈവം അതിനെയൊക്കെ മാറ്റി പുകയുന്ന തിരിയെ കെടുത്തിക്കളയാതെ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ഒരു ദൈവം, ഹല്ലേലൂയ, നിന്നെ സ്ട്രോങ് ആക്കി നിത്യരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ ഉപയോഗമുള്ള മാനപാത്രമാക്കി തീർക്കുവാൻ പോകുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്ട്രോങ് ആയിട്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു.